നമസ്കാരം. ഇന്ന് ചെറിയ പെരുന്നാൾ. നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പുണ്യത്തിൻ്റെയും പെരുന്നാൾ. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈദ്ഗാഹുകളിൽ പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും നടക്കുന്നു. അതുപോലെ തന്നെ മതപണ്ഡിതർ വിവിധ മേഖലകളിൽ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന ഈദ്ഗാഹുകളിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം വിശ്വാസികൾക്കായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും വിശ്വാസികൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലും ഡൽഹിയിലും നാളെയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സംസ്ഥാനത്ത് 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പൊന്നാനി കടപ്പുറത്താണ് ഇന്നലെ മാസപ്പറ കണ്ടത്. തുടർന്ന് വിവിധ ഖാസിമാരും മതപണ്ഡിതരും ഇക്കാര്യം സ്ഥിരീകരിച്ചു. അവരുടെ പ്രഖ്യാപനം വന്നതോടെ പള്ളികളിൽ നിന്നും തക്ബീർ ധ്വനികൾ മുഴങ്ങി. ഇതോടെ ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷവും തുടങ്ങി. പുണ്യമാസമായ റമദാനെ സന്തോഷപൂർവ്വം വിശ്വാസികൾ യാത്രയാക്കിയാണ് ചെറിയ പെരുന്നാളിലേക്ക് കടന്നത്. വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഉന്നതമായ സാഹോദര്യത്തിൻ്റെ പ്രതിഫലനമാകട്ടെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസിച്ചു. സമൂഹത്തിൽ വർഗീയ വിഷം ചീറ്റി ഐക്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികളെ കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചു. ത്യാഗത്തിൻ്റെയും ഉദാരതയുടെയും മഹിമ വാഴ്ത്തുന്ന ആഘോഷമാണ് ഈദുൽ ഫിത്തർ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സ്പീക്കർ എൻ ഷംസീറും പ്രതിപക്ഷ നേതാവ് വി സതീശനും പെരുന്നാൾ ആശംസകൾ നേർന്നു. UAE ഉൾപ്പെടെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് 154 തടവകർക്ക് ഒമാൻ പൊതുമാപ്പ് നൽകി. മാനത്ത് ശവ്വാൽ മാസപ്ര തെളിഞ്ഞതോടെയാണ് ചെറിയ പെരുന്നാൾ പിറന്നത്, അഥവാ ഈദുൽ ഫിത്തർ ആഘോഷങ്ങൾ. പള്ളികളിലെയും ഈദ്ഗാഹുകളിലെയും നമസ്കാരങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം ഓരോരുത്തരും വീടുകളിൽ സ്നേഹ സന്ദർശനം നടത്തും. മധുരവും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി പെരുന്നാൾ ആഘോഷമാക്കും. പ്രാർത്ഥനാ നിർഭരമായ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. നാഥനായി സർവ്വവും ത്യജിച്ച് സ്ഫുടം ചെയ്തെടുത്ത മനസ്സും ശരീരവുമായി ആത്മനിർവൃതിയുടെ പെരുന്നാൾ ആഘോഷം വരുംകാല ജീവിതത്തിലേക്കുള്ള കരുതലും ഊർജ്ജവുമാകട്ടെ എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. പെരുന്നാൾ പ്രാർത്ഥനാ നിർഭരമായി ആചരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ളത്തിന് പ്രയാസപ്പെടുന്നവരെയും ഫലസ്തീനിൽ നരകയാതന അനുഭവിക്കുന്നവരെയും ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഫലസ്തീനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് പുണ്യദിനങ്ങളിൽ പോലും നരഹത്യക്കിരയാവുന്ന പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള നിരപരാധികളായ മനുഷ്യർക്കായി പ്രാർത്ഥിക്കുകയും പീഡിത ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും വേണം. സൈനിസത്തിൻ്റെ വംശഹത്യ മുനമ്പായി ഗസയിൽ നിന്നുള്ള ദുരിതക്കാഴ്ചകൾക്ക് അറുതിയുണ്ടായേ മതിയാവും. ആഘോഷദിനത്തിലും പ്രാർത്ഥനാപൂർവ്വം അവരോട് ഐക്യപ്പെടാനുള്ള ബാധ്യത നമുക്കുണ്ടെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂട്ടിച്ചേർത്തു.